വീടായിരുന്നു. ഇതാണ് പണ്ടത്തെ നമ്മളെ മൂത്തമ്മാൻ്റെ വീട് കേട്ടോ. ഇത് വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണം. മൂത്തമ്മാൻ്റെ ചെറിയ മകളുടെ മകളുടെ കല്യാണം ഇതിൽ വെച്ചിട്ടായിരുന്നു ചെറിയ മകളുടെ കല്യാണം. ഞങ്ങളെ പഴയ വീടായിരുന്നത്. ഇത് ഞങ്ങൾ വേറൊരു ആൾക്ക് കൊടുത്തു. ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. തെങ്ങൊക്കെ ഉണ്ട്, തെങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കൈമാറ്റം ചെയ്തു. അതിന് തൊട്ടിപ്പുറത്ത് 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ തന്നെ 10 സെൻറ്റ് സ്ഥലം എടുത്ത് അതിൽ വേറെ വീട് വെച്ചതാണ്. അതിലാണ് ഞങ്ങൾ താമസം. ഇതാണ് ഞങ്ങളുടെ ഇതിലിപ്പോൾ ഞങ്ങളുടെ രാധേട്ടൻ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികൾ എന്നൊക്കെ പറയാം. രാധേട്ടൻ ഇവിടെ കുറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ചെടികൾ എന്താണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ തെങ്ങൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് തെങ്ങ് ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ തേങ്ങ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളുടെ രാധേട്ടൻ പറയുന്ന ആൾ. രാധേട്ടനോട് എന്തെങ്കിലും ചോദിക്കരുത്. രാധേട്ടൻ ഉണ്ടാക്കിയ വിശേഷങ്ങൾ. രാധേട്ടൻ്റെ വൈഫ് തങ്കം എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഞങ്ങളെ ഏടത്തിയമ്മ വിളിക്കാം. അതായത് ഞങ്ങളെ ഏടത്തിയമ്മനും ഏട്ടനും ഞങ്ങളുടെ ഏടത്തിയമ്മയാണിത്. ഞങ്ങളെന്നും ഏടത്തിയമ്മ എന്നാണ് വിളിക്കാറ്. രാധേട്ടൻ ഞങ്ങളുടെ രാധേട്ടനാണ്. രാധേട്ടൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ക്ഷീണിച്ച് കുറേ വർഷങ്ങൾ മുന്നോട്ട് വന്നില്ലേ. ഇപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ക്ഷീണം വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ അസുഖം ഉണ്ടെങ്കിലും അടിച്ചിട്ട് തന്നെ നിൽക്കണത്. അതിനറിയില്ല. ഹായ് പറഞ്ഞിട്ട് പോ ഏടത്തിയമ്മ. ഹായ് പറഞ്ഞിട്ട് പോ. ഞങ്ങളെ രാധേട്ടനാണിത്. രാധേട്ടൻ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. പിന്നെ ഇന്നെന്താ ഫുഡ്? മീൻകറി, ചോറ്. പിന്നെ എന്താ തുണിയൊക്കെ മടക്കണില്ലേ? വൈഫിനെ ഏടത്തിയമ്മനെ സഹായിക്കണല്ലേ? മരുമകളെ സഹായിക്കണേ. ഏടത്തിയമ്മനെ സഹായിക്കല്ല, മരുമകളെ സഹായിക്കാന്നാണ് രാധേട്ടൻ്റെ സംസാരം. അത് മരുമകൾ വന്നതിന് ശേഷം അങ്ങനെയാണ്. രാധേട്ടൻ വേഗം കാൽ മാറിയിരിക്കുന്നതാണ്. പക്ഷെ മരുമകളെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടോ. പിന്നെ പേരക്കുട്ടികളൊക്കെ ഉണ്ട്. രണ്ട് കുട്ടികളുണ്ട്. ഒരു കുട്ടി പുറത്ത്, ഒരു കുട്ടി ഇവിടെ കിടക്കുന്നത് ചെയ്യുകയാണ്. ഇതാണ് കേട്ടോ വീട്. അപ്പം അവിടെ നമ്മളെ പണ്ടത്തെ ഒരു ഓർമ്മകൾക്കായിട്ടുള്ളൊരു കിണറുണ്ട് കേട്ടോ. നല്ല രുചിയാർന്ന വെള്ളമാണ്. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു, മതിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമാണ് ഈ വെള്ളം. ഓർമ്മകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഇതിനൊക്കെ എത്ര ഓടി കളിച്ച് നടന്നിരുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് കിണറ്. വീഡിയോ എടുത്തിട്ട് കിണറ്റിലേക്കായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇത് ബാക്ക് ഭാഗമാണ്. നിറയെ തെങ്ങ് തൊടികൾ. അന്നും ഈ തെങ്ങുകൾ ചെറുതായിരുന്നു. ഇപ്പോൾ വലുതായി. അയ്യോ, ഒരു പശു ഇവിടെ പയ്യൊക്കെ ഉണ്ട് കേട്ടോ. രാധേട്ടനിക്ക് പയ്യൊക്കെ ഉണ്ട്. പേടിപ്പിക്കും രാധേട്ടൻ. കുട്ടി ഓടി വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു പേടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി കുത്തരുത് മുത്തേ. ചെറിയ കുട്ടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും പേടി, ഒരു ഭയം. ഇവിടെ പൈക്കൊന്നാണ്. പയ്യൻ്റെ വീടൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. തൊഴുത്ത് പൈക്കൾ നിൽക്കുന്നുണ്ട്. കാണണ്ടോ? കാണില്ല, എടുത്ത് പോണോ? 3 പശുക്കൾ നിൽക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. കണ്ടോ? തൊഴുത്ത് നല്ല ഫുഡ് കഴിക്കണ തിരക്കിലാണ്. 3 പശുക്കൾ നിൽക്കുന്നുണ്ട്. ഓടി വന്ന് വെള്ളം നേരത്തെ ചോദിക്കുന്നുണ്ട്. അത് എന്തിനാണ് പെണ്ണുങ്ങളെ ഇതിനൊക്കെയെന്ന്. ഞങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട് കേട്ടോ അവരങ്ങനെ ചോദിക്കുന്നത്. അവർക്കും അറിയാത്തതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. ഇത് പിന്നെ കാട് നമ്മളെ മൂത്തമ്മാൻ്റെ മോൻ്റെ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മൂത്തമ്മാൻ്റെ മോൻ്റെ ഇതല്ല. ഇത് നായന്മാരുടെ വീട് സ്ഥലമാണ്. മൂത്തമ്മാൻ്റെ മൂത്തമ്മാൻ്റെ അല്ലേ? അതാണ് ബാബുക്കാരുടെ മൂത്തമ്മാൻ്റെ സ്ഥലം. അവരവിടെ കുളം കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കേട്ടോ. ഒരു കമ്പനിയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളത്തിൻ്റെ അവിടെ പോകാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അവിടെ പൊന്ത പിടിച്ചിട്ടേ നമ്മളെ തൊടിയിൽ തന്നെ കുളം ഉണ്ട് കേട്ടോ. ഇടിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ട്. കുളം ഉണ്ട്. പൊന്ത പിടിച്ചിട്ട് നല്ല രസം ഇവിടെ ഒക്കെ കാണാൻ കേട്ടോ. ശരിക്കും നമ്മള് ദൂരെ എവിടെ പോയ പോലൊരു ഫീലില്ലേ? ഇപ്പൊ കാണാൻ നല്ല ഭംഗി. പക്ഷെ പണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കല്ലട്ട ഭയങ്കര പേടിയുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ ഒക്കെ ലെവല് വേറെയാണ്. അങ്ങോട്ട് കടക്കുള്ള വഴിയുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബാവുക്കാക്ക അറിയുന്ന ആളുടെ സ്ഥലം. ഇവിടെ പോയി കാണാൻ പറ്റുമോ? കാണുന്ന സ്ഥലം എന്നാണ് ഈ ഇതൊക്കെ. അവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെല്ലെ കറക്കിട്ടു. അതാണ് കേട്ടോ അങ്ങോട്ട് കിടക്കണ സ്ഥലം. പക്ഷേ എന്താണ് ഗൈസ് അങ്ങോട്ട് കിടക്കാത്തൊരു പ്രയാസം കേട്ടോ. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണേ. അവിടെ ആരാണോ കള്ളന്മാരുണ്ടോ? വാഴത്താൽ നല്ലുണ്ട് ഗൈസ്, പക്ഷെ ശരീരം കൊണ്ട് വയ്യ. അതെ, കണ്ടാ തോന്നൂല. പക്ഷേ ഒക്കെ എന്താണ് വികലാംഗന്മാരാണ്. ഒരു കുട്ടി ഇവിടെ ആരാണ് ഇത്? ഷീറ്റടിക്കടി അല്ലേ? ഇത് ആര്? നോക്കട്ടെ ഒന്ന് മുഖം. ആരാണിത്? അതെ, അത് സത്യമാണ് പറഞ്ഞത്. എന്നാലും ഗായ്സ് മുഖം ഒന്ന് കണ്ടു നോക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ വന്നാലെ കണ്ട്. നമ്മളെ ഉമ്മാന്റെ അമ്മാമ്മന്റെ മോനാണ്. അതെ, അത് ആർക്കാരും ഞങ്ങൾ ഇന്നാലും ഇവിടെ വന്ന് അപ്പോൾ ഒന്ന് ഇവിടെ കാണണമെന്ന് തോന്നി. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് സൂചന കേട്ടപ്പോൾ ഒന്ന് കാണാൻ വന്നതാ. ഇതാണ് ഞങ്ങളുടെ മൂത്തമ്മയുടെ മകൻ്റെ ഫാക്ടറി. അവിടെ അവര് ഇവിടെ കമ്പനി തീറ്റ, കാലിത്തീറ്റ. ഇതാണ് കേട്ടോ അവരുടെ. കാക്ക വീഡിയോയിൽ കാണും കേട്ടോ. നമ്മളത് പറഞ്ഞിട്ടല്ലേ എടുക്കുക. ഞങ്ങൾ എന്താണ് ഈ കാക്ക ഗൾഫിലാണ് കേട്ടോ ഗൈസ്. അവര് എന്താണ് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയ കുളം കിട്ടുമോ നോക്കാം. ക്യാമറ ഞങ്ങളെ തൊടിയിൽ തന്നെ ഉണ്ട്. ഞങ്ങളത് പറഞ്ഞാൽ നമ്മളെ ഉമ്മാൻ്റെ മൂത്തമ്മ വലിയ മൂത്തമ്മ എന്ന് വെച്ചാൽ നമ്മളെ ഉമ്മന്നല്ലേ. ഉമ്മാൻ്റെ ഏട്ടത്തിലെ മകൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വന്ന് ഞങ്ങളെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികാരം കട്ടിക്കണ്ട കഴിച്ചതുണ്ടോ. നമുക്ക് ആരും എന്താ വളട്ട് കൊടുക്കാനൊന്നും ഇല്ലാത്ത സ്ഥലത്തില്ലേ. ഇതാണ്ട കായ്സ് വലിയ വഴുതന കണ്ടോ. നല്ല ഇതാണ്ട വലിയ വഴുതന കണ്ടോ. ഇങ്ങനത്തെ വഴുതന കണ്ടിട്ടുണ്ടോ? മഞ്ഞ കളറാട്ടോ. അത് ആദ്യം പച്ചയായിരിക്കാം പിന്നെ മഞ്ഞായിരിക്കാം വരിക കേട്ടോ. നോക്കി ഇവിടെ ഇതാണ്ട കാഴ്ച. ഇതാണ്ട് അപ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഈ ഫാക്ടറിന്റെ ബാക്ക് ഭാഗം കേട്ടോ. കുളം ഇവിടെ കാണാൻ പറ്റുമോ നോക്കാം. പൊന്ത മൂടിയിട്ടാണ് ഇത്രയൊക്കെ. ഇതൊക്കെ നമ്മള് നടന്നിങ്ങനെ. പക്ഷെ അവിടെ പൊന്ത മൂടിയ കാരണം ഞങ്ങൾക്ക് കാണാൻ അങ്ങനെ നമുക്ക് കാണണ്ടോ ഭാഗം? ആ മതില് കാണുന്നുണ്ടോ? ആ ഒരു മതില് കാണാനില്ലേ. പക്ഷെ അവിടെ ഇടിഞ്ഞു വീഴാണ് പറയുന്നത് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാനൊരു പേടി. വയനാട്ട് പോലെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വരാനുള്ള രക്ഷകരൊന്നും നമ്മളവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് നമ്മളെ ജീവനെ നഷ്ടപ്പെടുത്തണ്ട. അതുവരെ പുല്ലൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പോവാച്ചിട്ടുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇടയിൽ ഞങ്ങൾ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വാ. അതാ വാ കുട്ടി. അയ്യേ, ആ സൗണ്ടൊക്കെ ഇതിൽ പെട്ടു. അതാരാ? ഞാൻ അതിന് കുളത്തിലേക്ക് ആര പോയി? ഞങ്ങൾ കുളത്തിലേക്ക് പോയിട്ടില്ല കുട്ടി. ഈ കുട്ടി ഇടയിൽ ഞങ്ങൾ ഒരു എൻ്റെ മോൾ വന്നിട്ട് വിളിച്ചിട്ടേ ഹായ് ഗായ്സ് പറയൂ കുട്ടി. ഈ കുട്ടി വിളിച്ച കാരണം സൗണ്ട് കേട്ടോ. പേടിച്ചിട്ട് ഇത് കാടാണേ, ഒരു പൊന്തേനെ. അപ്പൊ ഇതുണ്ടോ നിറയെ പൊന്ത. ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനേ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യാ, പരമാവധി ഷെയർ ചെയ്യാ കേട്ടോ. വീഡിയോ കുറച്ചും കൂടി എടുക്കാം നമുക്ക്. ഞങ്ങള് അവിടെ ഇങ്ങനൊക്കെ വീടുകളായിരുന്നു കേട്ടോ. ആ മൂച്ചി നിക്കണുണ്ടോ ഫുള്ള് കടന്നാണ്ട് പോണോ? അതിന്റെ ഉപ്പാന്റെ വീടാണ്. അല്ലല്ല, ഇപ്പാന്റെ വീട് അപ്പുറത്തെ. അവിടെ അങ്ങനെ എന്താണ്
ഒരു ഞങ്ങളത് സലാംക്കാർ ഇട്ടാ ആ മൂലയിൽ അവരുടെ വീടായിരുന്നു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന